പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 2 ഗഡു പെൻഷൻ തുകയുടെ വിതരണമാണിപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3200 രൂപ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തുക ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട്. ഇവർക്കുള്ള വിതരണവും ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 200 മുതൽ 500 വരെ തുക മുടങ്ങിയവർക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം പേർക്കാണ് കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്തവർ ശ്രദ്ധിക്കുക. ഇവർക്കുള്ള തുകയും വിതരണവും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു മുടക്കവും കൂടാതെ ഇതുവരെ 1600 രൂപ എത്തിച്ചേർന്നവർക്കെല്ലാം വീണ്ടും അറിയിപ്പെത്തി. 4 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ 1 ഗഡു കുടിശ്ശികയാണ് ജനുവരിയിലെ തനത് പെൻഷനോടൊപ്പം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ബാക്കി ശേഷിക്കുന്ന 3 ഗഡുവിൽ 2 ഗഡു പെൻഷൻ കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണം, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പുകളാണ് എത്തിത്തുടങ്ങിയിട്ടുള്ളത്. വിധവ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം, പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ പ്രകാരം ജനുവരി മാസം 31 മുൻപായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അറിയിപ്പുകൾ ലഭിച്ചവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. മറ്റൊരു അറിയിപ്പ്, ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ഫെബ്രുവരി 5 മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകും. 6 തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണി വരെ 68.71% കാർഡുടമകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് മൂലം ഭക്ഷ്യധാന്യങ്ങളുടെ റേഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം സുഗമമായി നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ ഈ ദിവസത്തിനുള്ളിൽ എല്ലാ കാർഡുടമകളും കൈപ്പറ്റണമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ജനുവരിയിലെ വിതരണത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളെല്ലാം റേഷൻ കടകളിലുണ്ട്. ഈ മാസത്തെ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് ജില്ലാ സപ്ലൈ ഓഫീസർമാരുടെ, താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെയും യോഗം ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തു. റേഷൻ വിതരണത്തിന്റെ തോത് കഴിഞ്ഞ മാസത്തേക്കാൾ കുറവുള്ള ജില്ലകളിൽ വിതരണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വാതിൽപ്പടി വിതരണത്തിലെ കരാറുകാരുടെ സമരം പിൻവലിച്ചതിനാൽ തിങ്കളാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും വേഗത്തിൽ വിതരണം നടന്നുവരുന്നുണ്ട്. ഫെബ്രുവരിയിലെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് ഇപ്പോൾ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടിയായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.